നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരളത്തിന് പുതിയ അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ഇ ശ്രീധരൻ. 3.25 മണിക്കൂറിൽ തിരുവനന്തപുരം കണ്ണൂർ യാത്ര സാധ്യമാകുന്ന പദ്ധതിയുടെ ചെലവ് 1 ലക്ഷം കോടി രൂപ. റെയിൽവേ മന്ത്രിയെ കണ്ടെന്നും 15 ദിവസത്തിനകം അനുമതി ലഭിക്കുമെന്നും ഇ ശ്രീധരൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITയുടെ വീഴ്ചയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ്. കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കി. കുറ്റവാളികൾ പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും VD സതീശൻ. കേസിൽപ്പെട്ട നേതാക്കളെ CPM സംരക്ഷിക്കുന്നുവെന്ന് സണ്ണി ജോസഫ്. 27-ന് സെക്രട്ടേറിയറ്റിനും കലക്ടറേറ്റുകൾക്കും മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സംഗമം. പാർട്ടിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ തള്ളി ജില്ലാ നേതൃത്വം. ആരോപണം വാസ്തവ വിരുദ്ധമെന്നും പാർട്ടിയെ അപമാനിക്കാനുള്ള നീക്കമെന്നും MV ജയരാജൻ. പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റമെന്ന് കോൺഗ്രസ്. കുഞ്ഞികൃഷ്ണനെതിരെ പലയിടത്തും പോസ്റ്ററുകൾ. ആരോപണങ്ങളിൽ ഉറച്ച കുഞ്ഞികൃഷ്ണൻ. നിയമസഭാ സീറ്റ് നിർണയ ചർച്ചകളുമായി കോൺഗ്രസും UDFും മുന്നോട്ടെന്ന് സണ്ണി ജോസഫ്. പട്ടാമ്പി കോങ്ങാട് സീറ്റുകൾ വച്ചുമാറാൻ കോൺഗ്രസ് ലീഗ് ധാരണ. 2020യുടെ NDA പ്രവേശനം കേരള വികസനം മുന്നിൽ കണ്ടെന്ന് സാബു M ജേക്കബ്. ഇന്ത്യയോട് കൂടുതൽ അടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപ്രധാന സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാനൊരുങ്ങുന്നു. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന കരാർ ഈ മാസം 27-ന് ഒപ്പിട്ടേക്കും. മൂന്നാം ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ വിധി പറയാൻ ബുധനാഴ്ചത്തേക്ക് മാറ്റി. റിമാൻഡ് നീട്ടാൻ അപേക്ഷ നൽകിയ SIT. കോഴിക്കോട് ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് കുന്നമംഗലം കോടതി. കേരളത്തിന് പുതിയ അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ഇ ശ്രീധരൻ. DPR തയ്യാറാക്കാൻ ഇ ശ്രീധരനുമായി റെയിൽവേ ധാരണയായി. 3.25 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് എത്താവുന്ന റെയിൽവേ പദ്ധതിക്ക് 1 ലക്ഷം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കേരയിൽ പദ്ധതി പൂർണ്ണമായും തള്ളിയാണ് പുതിയ അതിവേഗ പാതയുടെ പദ്ധതി തയ്യാറാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് 3.25 മണിക്കൂർ കൊണ്ട് എത്താനാകുന്ന ട്രെയിന് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയുണ്ടാകും. റെയിൽവേ ലൈനിന്റെ 60% ആകാശപാതയും 20%-ഓളം ഭൂഗർഭ പാതയുമാണ്. ഏതാണ്ട് 10% മാത്രമാകും സാധാരണ ലൈൻ. സിൽവർ ലൈൻ പദ്ധതി പോലെ കേരളത്തെ 2ആയി വിഭജിക്കാത്ത പുതിയ പാതയ്ക്കായി 25 മീറ്റർ വീതിയിൽ മാത്രമാകും ഭൂമി ഏറ്റെടുക്കേണ്ടി വരിക. നിർമ്മാണത്തിന് ശേഷം ഫില്ലർ നൽകുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി ഭാഗം ഉടമസ്ഥർക്ക് തന്നെ നിയന്ത്രണത്തോടെ വാടകയ്ക്ക് നൽകും. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം, കൊട്ടാരക്കര, അടൂർ വഴി കോട്ടയത്തെത്തി എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, കരിപ്പൂർ വിമാനത്താവളം, കോഴിക്കോട് വഴി കണ്ണൂരിലെത്താവുന്ന രീതിയിലാണ് പുതിയ റെയിൽ വരിക. അതിവേഗ പാതയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കാളികളായ പുതിയ കമ്പനി രൂപീകരിക്കും. 59% റെയിൽവേയും 41% സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടി വരും. കൊങ്കൺ റെയിൽവേയിൽ നിന്നും 40,000 കോടി വായ്പയായും ബാക്കി 60,000 കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലഭ്യമാക്കേണ്ടിയും വരും. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന പദ്ധതിക്കായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രതിവർഷം 6,000 കോടി രൂപ വീതം വകയിരുത്തേണ്ടി വരും. 560 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന മിനിമം 7 കോച്ചുകളുള്ള ട്രെയിനുകളാണ് ഉപയോഗിക്കുക. 5 മിനിറ്റ് ഇടവേളകളിൽ ട്രെയിൻ സർവീസ് നടത്താനാകും. സിൽവർ ലൈൻ പദ്ധതി നിലച്ചതോടെ വഴിമുട്ടി നിൽക്കുന്ന കേരളത്തിന്റെ അതിവേഗ യാത്രാ സ്വപ്നങ്ങൾക്ക് ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയിലൂടെ വീണ്ടും ചിറക് മുളയ്ക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ കാര്യമായ തടസ്സമുണ്ടായില്ല എങ്കിൽ 5 വർഷം കൊണ്ട് കേരളം പുതിയ വേഗത്തിൽ സഞ്ചരിക്കും. അമൃത ന്യൂസ്, മലപ്പുറം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുടർ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. അദാനി ഗ്രൂപ്പുമായി 2023 ഏർപ്പെട്ട സപ്ലിമെന്ററി കരാർ പ്രകാരമാണ് തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ 17 വർഷം മുൻപേ സംയോജിതമായി തീർക്കുന്നത്. 10,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് 2ാം ഘട്ടത്തിൽ നടക്കുന്നത്. രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ.
വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്തത്. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും നടക്കാൻ പോകുന്നത്. അത് രണ്ടാം ഘട്ടത്തിൽ 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. ആദ്യഘട്ടത്തിൽ ഏകദേശം 7,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൽ 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരുന്നത് റെയിൽവേ യാർഡിൻ്റെയും അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് ബർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം എന്നിവയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആകെ നമുക്കറിയാം, ഈ വിഴിഞ്ഞം തുറമുഖം ആരംഭിച്ച മുതൽ തന്നെ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക മേഖലയിൽ വലിയൊരു കുതിച്ചുകയറ്റത്തിന് ഇത് സാധ്യമാക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 710 കപ്പലുകൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിട്ടുണ്ട്. 15.19 ലക്ഷം കണ്ടെയ്നറുകളാണ് ഇതുവഴി കൈകാര്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണം അത് 2028 കൂടി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണങ്ങൾ അത് 2045 കൂടി പൂർത്തീകരിക്കും എന്നാണ് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ അവയുടെ ആ സമയപരിധിയാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ കുറയുന്നത്. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളടക്കം വിഴിഞ്ഞത്തേക്ക് എത്തി ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ ചരക്ക് നീക്കം നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ കൂടുതൽ ചരക്ക് നീക്കം നടപ്പാക്കാൻ കഴിയും. ഇവയുടെ യാർഡുകളുടെ നീളമടക്കം വർദ്ധിപ്പിക്കുകയാണ്. നേരത്തെ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു തുറമുഖം എന്ന രീതിയിലാണ് വിഴിഞ്ഞത്തെ കണ്ടിരുന്നത്. കാരണം വളരെ വേഗത്തിൽ തന്നെ കപ്പൽ ചാലിലേക്ക് കപ്പലുകൾക്ക് എത്താൻ കഴിയുന്ന തരത്തിലാണ് ഇവിടെ ഇതിൻ്റെ ആഴം അടക്കമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഏറെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറാനുള്ള കാരണവും. ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കും. എന്തുതന്നെയായാലും രാജ്യത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ തക്ക തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഈ 2, 3, 4 ഘട്ടങ്ങൾ ഒന്നിച്ച് സംയോജിതമായി നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. 2028 കൂടി പൂർത്തീകരിക്കും എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തുതന്നെയായാലും രണ്ടാം ഘട്ടം 2028 കൂടി പൂർത്തീകരിച്ച് 10,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും SITക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ കുറ്റവാളികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമൊരുക്കി. കുറ്റപത്രം സമർപ്പിക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സമ്മർദ്ദം മൂലമാണെന്നും VD സതീശൻ ആരോപിച്ചു. ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിന് കാരണമാകും. അന്വേഷണത്തിൻ്റെ റഡാറിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടി അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് ഈ ജാമ്യം ഒരു കാരണമായി മാറും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളതെന്ന്. പക്ഷേ SIT വീഴ്ച വരുത്തിയിട്ടുണ്ട്. കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുറ്റവാളികളായ ആളുകൾക്ക് ജാമ്യം കിട്ടുമെന്നും അവർ പുറത്തിറങ്ങിയാൽ ഇനിയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുള്ളതുകൊണ്ടാണ് കോടതി അല്ലാതെയുള്ള ജാമ്യം അവർക്ക് നിഷേധിച്ചത്. കോടതി അല്ലാതെ ആർക്കും ജാമ്യം കൊടുത്തിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട നേതാക്കളെ CPM സംരക്ഷിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സ്വർണ്ണക്കൊള്ളയിലെ ശരിയായ അന്വേഷണത്തിനായി കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കും. 27-ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും DCCകളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റുകൾക്ക് മുന്നിലും പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഇപ്പോഴും പ്രതികളെ പാർട്ടി സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് 27-ാം തീയതി കേരളത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലും മറ്റു സ്ഥലങ്ങളിൽ കളക്ടറേറ്റുകളുടെ മുൻപിലും വിശ്വാസ സംരക്ഷണം, ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട, മോഷ്ടിക്കപ്പെട്ട ആ കേസിന്റെ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. CPM ജീർണിച്ച പാർട്ടിയായി മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഗത്യന്തരമില്ലാതെയാണ് സഖാക്കൾ പ്രതികരിക്കുന്നത്. ശബരിമല കേസിൽ SITക്ക് സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട്. വർഗീയ വിഷം ചീറ്റാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ആശയ ദാരിദ്ര്യവും നേരിടുന്ന ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെയാണ് ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത് മനസ്സിലാക്കുക.
SIT വിലക്കുന്നതിൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട്. സ്വാഭാവിക ജാമ്യത്തിലേക്ക് അവർ പോയി. സ്വർണ്ണപ്പാളി കേസിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി സോണിയാഗാന്ധിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. CPM എത്തിയിരിക്കുന്ന അപജയത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് സോണിയാഗാന്ധിക്കെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയക്കാരാകുമ്പോൾ ആളുകൾ ഫോട്ടോ എടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു ബന്ധവുമില്ല. നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ നേതാക്കന്മാരെടുക്കൽ പലരും ഫോട്ടോ എടുക്കാൻ വരും. അത്ര ബന്ധം. നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ എത്ര പേര് ഫോട്ടോ എടുക്കും? അത് അവരെന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മൾ കുറ്റക്കാരാവുമോ? ഇതൊക്കെ വെറുതെ ആളുകൾ CPM എത്തിയിരിക്കുന്ന അപജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സോണിയാഗാന്ധിയുടെ പേര് പറയുന്നത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 46 ലക്ഷം രൂപ CPM പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർ തട്ടിയെടുത്തുന്ന ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ തള്ളി CPM. കുഞ്ഞികൃഷ്ണനെതിരെ അച്ചടക്ക നടപടികൾക്കൊരുങ്ങുകയാണ് പാർട്ടി. അതിനിടെ കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. CPMനെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. 2016 കൊല്ലപ്പെട്ട ധനരാജിന്റെ പേരിൽ സമാഹരിച്ച രക്തസാക്ഷി ഫണ്ടിൽ നിന്നും 46 ലക്ഷം രൂപ CPM പയ്യന്നൂർ MLA TI മധുസൂദനൻ അടക്കമുള്ളവർ തട്ടിയെടുത്തു എന്നതാണ് വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം അറിയാമെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് താൻ ഇക്കാര്യം പറഞ്ഞിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. ധനരാജിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനും കേസ് നടത്താനുമായിരുന്നു ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ദേശം. എന്നാൽ 2021 വരെ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നില്ല. 2020 ഏരിയ സെക്രട്ടറിയായ താൻ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല. 2021 സമ്മേളനത്തിന് തൊട്ടുമുൻപ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ തന്നെ ചുമതലപ്പെടുത്തിയപ്പോഴാണ് വിചിത്രമായ കണക്കുകൾ കണ്ടെത്തിയത് എന്നും അദ്ദേഹം പറയുന്നു. വീട് നിർമ്മാണത്തിന് 34.75 ലക്ഷത്തിന്റെ ചെക്ക് നൽകി എന്നായിരുന്നു കണക്ക്. എന്നാൽ ചെക്ക് പരിശോധിച്ചപ്പോൾ 29.75 ലക്ഷം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിന്റെ അക്കൗണ്ടിലേക്കും പോയതായി കണ്ടെത്തി. ഏരിയ കമ്മിറ്റിയുടെ കെട്ടിട നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ ഉപയോഗിച്ചുവെന്നും പറയുന്നു. എന്നാൽ കെട്ടിടം പണിക്കുള്ള ഫണ്ട് അവിടെയുണ്ടായിരുന്നു. രക്തസാക്ഷി ഫണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വ്യാജ രസീത് പ്രിന്റ് ചെയ്യിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ പൊരുതി തോറ്റിട്ടാണ് ഇപ്പോൾ ഈ തുറന്നു പറച്ചിലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പാർട്ടിക്കകത്ത് ഇത് നിരന്തരം ഉന്നയിച്ചിട്ടും പരിഹാരമാകുന്നില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ജനങ്ങളോട് തുറന്നു പറയുക എന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചത്. അതിന് ഒരു പുസ്തകം എഴുതുക എന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിച്ചത്. അതേസമയം വെളിപ്പെടുത്തലിന് പിന്നാലെ കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തടവറകളും ഇടിമുറുകളും വിളിച്ച നാളുകളിൽ വിശുദ്ധൻ എവിടെയായിരുന്നു എന്നാണ് പോസ്റ്ററിൽ ചോദിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളടക്കം ചർച്ച ചെയ്യാൻ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം നാളെ ചേരും. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പരസ്യ പ്രസ്താവനയിൽ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കുഞ്ഞികൃഷ്ണനെതിരെ അച്ചടക്ക നടപടിക്കും സാധ്യതയേറെയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ ഗൗരവമുള്ളതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റമാണ്. രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അപഹരിക്കുന്ന നേതാക്കളെ സംരക്ഷിക്കുന്ന പാർട്ടിയായി CPM അധപ്പതിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആരോപണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും സഹകരണ മേഖലയിലാണെങ്കിലും രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അപഹരിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ, മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപത്തെ കേവലം നിഷേധിച്ചതുകൊണ്ടോ പാർട്ടി ചർച്ച ചെയ്താണ് എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. അതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം. CPM നേതാവ് കുഞ്ഞികൃഷ്ണൻ നടത്തിയത് ഗുരുതര ആരോപണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരാതി പാർട്ടിക്കുള്ളിൽ ഒതുക്കാനാണ് നീക്കം. ഒരു MLAക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചിട്ടും പ്രതിയെ രക്ഷിക്കാനാണ് ശ്രമം നടക്കുന്നത്. രക്തസാക്ഷിയുടെ പണം കവർന്നെടുത്തവർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും കോടതിയുമാകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും VD സതീശൻ പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരായി വ്യാപകമായ ഭീഷണിയാണ്. സത്യം തുറന്നു പറഞ്ഞ TP ചന്ദ്രശേഖരന് എതിരെ പോലുള്ള വധഭീഷണി ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനുണ്ടായിരുന്നു. പ്രളയ ഫണ്ടും കോവിഡ് ഫണ്ടും ഒക്കെ തട്ടിയെടുക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് തെളിയിച്ചിരിക്കുന്നു. കരുവന്നൂരിൽ കോടികളാണ് തട്ടിയെടുത്തത്. പാർട്ടി തന്നെ പ്രതിയായി.
CPM തന്നെ കരുവന്നൂരിൽ പ്രതിയായി ഇല്ലേ? അതുപോലെ വയനാട് ബ്രഹ്മഗിരിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായ അതിശയമാണ് പാർട്ടിയെക്കുറിച്ച് വരുന്നത്. പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരു അംശം മാത്രമാണ് പുറത്തു വന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഭരണത്തിന്റെ തണലിൽ ഗുരുതരമായ അഴിമതികളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പണം വെട്ടിക്കുക, സൊസൈറ്റിയിൽ നിന്ന്. അതേസമയം കുഞ്ഞികൃഷ്ണനെ തള്ളി CPM നേതാവ് MV ജയരാജൻ രംഗത്തെത്തി. ഒരു തരത്തിലുമുള്ള ഫണ്ട് തട്ടിപ്പും നടന്നിട്ടില്ല, ആരോപണം വാസ്തവ വിരുദ്ധമാണ്. പാർട്ടിയെ അപമാനിക്കാനുള്ള നീക്കമാണ് കുഞ്ഞികൃഷ്ണൻ നടത്തിയതെന്നും ജയരാജൻ പറഞ്ഞു. CPIM-ന്റെ അന്തരിച്ച മഹാനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആക്ഷേപമുന്നയിച്ചുകൊണ്ട് CPIM ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് വി കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി ഈ മാസം 27-ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ജില്ലാതലത്തിലും യോഗങ്ങൾ 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചു. 27-ാം തീയതി തന്നെ കേരളത്തിലെ കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി 27-ന് തിരുവനന്തപുരത്ത് ചേരുന്നു. അതേ തുടർന്ന് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരുടെയും DC പ്രസിഡന്റുമാരുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും ജില്ല തിരിച്ചുള്ള യോഗങ്ങൾ 3 ദിവസം കൊണ്ട് KPCC ചേരുകയാണ്. സീറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് UDF-ഉം കോൺഗ്രസും മുന്നോട്ട്. പാലക്കാട് സീറ്റുകൾ വെച്ചുമാറാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ധാരണയായി. പട്ടാമ്പിയിൽ മുസ്ലിം ലീഗിനും കോങ്ങാട് കോൺഗ്രസിനും നൽകാൻ ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം. കോങ്ങാട് മണ്ഡലത്തിൽ KPCC ജനറൽ സെക്രട്ടറി തുളസി ടീച്ചർ, രമ്യ ഹരിദാസ്, പാലക്കാട് നഗരസഭാ കൗൺസിലർ വിപിൻ എന്നിവർ പരിഗണനയിലുണ്ട്. പട്ടാമ്പിയിൽ മുസ്ലിം ലീഗിൽ നിന്നും MA സമ്മദിന്റെ പേരാണ് മുൻഗണനയിലുള്ളത്. ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അബ്ദുൾ റഷീദ് എന്നിവരുടെ പേരും പരിഗണിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് പിന്നാലെ പട്ടാമ്പി സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയായിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും UDF-ന്റെ സാധ്യതകളും വിലയിരുത്താൻ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി ശശി തരൂർ MP. പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് പാർട്ടിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തന്റെ പുസ്തകം KLF-ൽ പ്രകാശിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. രാഷ്ട്രീയ പരിപാടിയുടെ പേരിൽ ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവലിൽ പുസ്തക പ്രകാശനം മാറ്റേണ്ടി വന്നു. അതുകൊണ്ടാണ് കോഴിക്കോട് പങ്കെടുത്തതെന്നും ശശി തരൂർ പറഞ്ഞു. നോക്കൂ, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പാർട്ടി നേതൃത്വത്തോട് നേരിട്ട് പറയണം. നല്ലത്. നിങ്ങൾ പല കാര്യങ്ങളും എഴുതിയിരുന്നു മാധ്യമത്തിൽ. അതിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും, ചില കാര്യങ്ങൾ ശരിയായിരിക്കില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പബ്ലിക്ലി ചർച്ച നടക്കുന്നത് ശരിയല്ല. ഞാൻ പോയില്ലേ, ഞാൻ പാർട്ടി നേതൃത്വത്തെ നേരത്തെ അറിയിച്ചു ഞാൻ വരുന്നില്ല എന്ന്. എനിക്ക് എന്തായാലും ഇവിടെ വാക്ക് കൊടുത്തായിരുന്നു. ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് വരേണ്ടിയിട്ടായിരുന്നു. കോഴിക്കോടേക്ക് വരാനും പോകാനും കുഴപ്പമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒന്നുമല്ലെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യണം. ഞാൻ പറഞ്ഞു ഈ സ്ഥിതി ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാൻ 2020 BJP ലയിച്ചു എന്നത് തെറ്റായ വ്യാഖ്യാനമാണെന്ന് സാബു M. ജേക്കബ്. തങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും ഒരിക്കലും ബലികഴിക്കില്ല. പല പാർട്ടികൾ ചേരുന്ന NDA-യിലെ ഒരു പാർട്ടിയാണ് 2020. പാർട്ടി വിട്ടുപോകുന്നവരെ തെറ്റു പറയാനാകില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. 2020-യുടെ NDA മുന്നണി പ്രവേശനം കേരള വികസനം മുന്നിൽ കണ്ടാണെന്നും സാബു M. ജേക്കബ് പറഞ്ഞു. ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം. അല്ലാതെ ഞങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും ബലികെടുത്തുകൊണ്ട് ഒരു സഖ്യത്തിലും ഞങ്ങള് നിലനിൽക്കില്ല. അപ്പോ തീർച്ചയായിട്ടും ഇത് BJP-യുമായിട്ടുള്ള സഖ്യം, ഇത് NDA, ഒട്ടനവധി ഇന്ത്യയിലെ കക്ഷികള്, രാഷ്ട്രീയ പാർട്ടികൾ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സഖ്യത്തിലാണ് ഞങ്ങളും ചേർന്നിരിക്കുന്നത്. NSS SNDP ഐക്യത്തിന് ഇരുവിഭാഗത്തു നിന്നും പച്ചക്കൊടി ഉയർന്നതോടെ മുന്നോട്ടുള്ള ചർച്ചകൾ വൈകാതെ ഉണ്ടാകും. കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾ തെല്ല് ആശങ്കയോടുകൂടി തന്നെയാണ് ഐക്യത്തിനായുള്ള ഈ നീക്കത്തെ കാണുന്നത്. ചില സമുദായ സംഘടനകളും നേതാക്കളും ഐക്യത്തെ തള്ളി രംഗത്തെത്തുകയും ചെയ്തു. അതേസമയം SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി വരും ദിവസങ്ങളിൽ NSS ആസ്ഥാനത്തെത്തി G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തും.
SNDP NSS ഐക്യത്തിന് ആലപ്പുഴയിൽ നടന്ന SNDP യോഗം നേതൃയോഗം അനുകൂല നിലപാട് സ്വീകരിക്കുകയും അതിനെ NSS ജനറൽ സെക്രട്ടറി സ്വാഗതം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ വളരെ വേഗം തന്നെ ചർച്ചകളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി 22-ന് NSS ആസ്ഥാനത്ത് എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അതുണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളി NSS ജനറൽ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നു. സുകുമാരൻ നായർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. മകനെപ്പോലെയോ സഹോദരനെപ്പോലെയോ തുഷാറിനെ സ്വീകരിക്കുമെന്ന് സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ ദിവസങ്ങളിൽ തന്നെ NSS SNDP ഐക്യത്തിൽ നിർണായകമായ സുകുമാരൻ നായർ തുഷാർ വെള്ളാപ്പള്ളി കൂടിക്കാഴ്ച ഉണ്ടാകും. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഐക്യമാവും ഉണ്ടാവുകയെന്ന് NSS പറയുമ്പോൾ ഉപാധികളില്ലാതെയാണ് ഐക്യത്തിന് SNDP തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഐക്യത്തിനായുള്ള ഈ നീക്കം തെല്ലൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കോൺഗ്രസിനെതിരെ പരോക്ഷമായും പ്രതിപക്ഷ നേതാവിനെതിരെ പ്രത്യക്ഷത്തിലും ഇരു സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിമാർ നടത്തുന്ന കടന്നാക്രമണമാണ് കോൺഗ്രസിന്റെ ആശങ്കയ്ക്ക് കാരണം. രാഷ്ട്രീയത്തിൽ സമദൂര നിലപാട് തന്നെ തുടരുമെന്ന NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ LDF-നും BJP-ക്കും ആശ്വാസത്തിനും ആശങ്കയ്ക്കും ഇട നൽകുന്നുണ്ട്. ഇതിനിടെ വിവിധ സാമുദായിക സംഘടനകളും ഐക്യനീക്കത്തെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ സാമൂഹിക രംഗത്തുണ്ടായ അസംബന്ധമാണ് NSS SNDP ഐക്യമെന്ന് KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. വർണ്ണവ സൊസൈറ്റിയും ഐക്യത്തിനെതിരെ നിലപാടെടുത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. സംവരണം, ജാതി സെൻസസ് തുടങ്ങിയ വിഷയങ്ങളിൽ NSS-നും SNDP-ക്കും യോജിച്ച നിലപാട് ഉണ്ടാവില്ലെന്നാണ് വിവിധ സാമുദായിക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും സുകുമാരൻ നായർ തുഷാർ വെള്ളാപ്പള്ളി കൂടിക്കാഴ്ച ഐക്യത്തിനായുള്ള നീക്കത്തിൽ നിർണായകമാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം NSS ഡയറക്ടർ ബോർഡ് ചേർന്നാവും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, കോട്ടയം. ഇന്ത്യയോട് കൂടുതൽ അടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന കരാർ ജനുവരി 27-ന് ഔദ്യോഗികമായി ഒപ്പിടുമെന്നാണ് സൂചന. മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യ ഹർജി വിധി പറയാനായി ഈ മാസം 28-ലേക്ക് മാറ്റി. പ്രതിഭാഗം ഹാജരാക്കിയ ശബ്ദരേഖയിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് മാറ്റിവെച്ചത്. അതേസമയം രാഹുലിന്റെ റിമാൻഡ് കാലാവധി നീട്ടാൻ SIT-യും അപേക്ഷ നൽകിയിട്ടുണ്ട്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷയുമായി പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയെ സമീപിച്ചത്. കേസിൽ ഈ മാസം 21-ന് ഇരുഭാഗത്തിന്റെയും വാദം വിശദമായി കേട്ട ശേഷം വിധി പറയാനായി മാറ്റിയിരുന്നു. ശനിയാഴ്ച രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ പരാതിക്കാരിയുടെയും രാഹുലിന്റെയും ചാറ്റിൽ ഉൾപ്പെട്ടത് എന്ന പേരിൽ പ്രതിഭാഗം ഹാജരാക്കിയ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയിൽ പ്രോസിക്യൂഷൻ സംശയമുന്നയിച്ചു. രാഹുലും യുവതിയുമായി സൗഹൃദത്തിലായിരുന്നതായും ഉഭയസമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം സ്ഥിരീകരിക്കാനായി നൽകിയ ശബ്ദ സന്ദേശം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. പരിശോധനയുടെ ഫലം ലഭിച്ച ശേഷം ഈ മാസം 28-ന് കേസിൽ വിധി പറയും. അതേസമയം രാഹുലിന്റെ റിമാൻഡ് കാലാവധി നീട്ടാൻ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകിയിട്ടുണ്ട്. റിമാൻഡ് കാലാവധി തീരുന്ന സാഹചര്യത്തിലാണിത്. നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് കുന്നമംഗലം കോടതി പരിഗണിക്കും. അതിനിടെ ഷിംജിതയ്ക്കെതിരെ വീണ്ടും പരാതി എത്തി. ബസ്സിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോയിലൂടെ തന്റെ മുഖം വെളിപ്പെടുത്തിയതിനാണ് സഹയാത്രിക പരാതി നൽകിയത്. കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിന്റെ ഭാഗമായി ഹൈക്കോടതി വിധി ലംഘിച്ച് നഗരത്തിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിൽ BJP ജില്ലാ അധ്യക്ഷനെതിരെ പോലീസ് കേസെടുത്തു. പാളയം മുതൽ പുളിമൂട് വരെ പൊതുജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്ന വിധം ഫ്ലെക്സുകൾ സ്ഥാപിച്ചതിൽ BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയനെതിരെയാണ് കേസെടുത്തത്. നടപ്പാത തടസ്സപ്പെടുത്തി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിൽ കോർപ്പറേഷനും നേരത്തെ നടപടിയെടുത്തിരുന്നു. വിശ്വ ആയുർവേദ പരിഷത്ത് കേരള സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് കോൺഫറൻസ് 2026 എന്ന പേരിൽ സംസ്ഥാനതല ആയുർവേദ സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചു. ആയുർവേദത്തിന്റെ കാലിക പ്രസക്തിയും ഭാവി ദിശകളും ചർച്ച ചെയ്യുന്ന സമ്മേളനം കൊല്ലം അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സമ്മേളനം NCISM ബോർഡ് ഓഫ് ആയുർവേദ പ്രസിഡന്റ് ഡോക്ടർ അല്ലം പ്രഭു ഗുഡ ഉദ്ഘാടനം ചെയ്തു. അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ഡീൻ സ്വാമി ശങ്കരാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിശ്വ ആയുർവേദ പരിഷത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര
ജിതേന്ദ്ര ചൗധരി മുഖ്യപ്രഭാഷണം നടത്തി. RSS സീനിയർ പ്രചാരക് സേതുമാധവൻജി ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈദ്യ ആദർശ് സി രവി, ഡോക്ടർ TD കൃഷ്ണകുമാർ, ഡോക്ടർ അജയൻ സദാനന്ദൻ, ഡോക്ടർ രഘുനാഥൻ നായർ, ഡോക്ടർ രമേശ് NV, ഡോക്ടർ ഹരിത ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആയുർവേദ പണ്ഡിതർ, വൈദ്യന്മാർ, അക്കാദമീഷ്യന്മാർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ് സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നത്. സന്തോഷ് ട്രോഫി രണ്ടാം മത്സരത്തിൽ കേരളത്തിന് സമനില. കേരളവും കരുത്തരായ റെയിൽവേസും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിയുകയായിരുന്നു. ആദ്യ പകുതിയിൽ ഓൺ ഗോളിൽ കേരളം ലീഡെടുത്തപ്പോൾ നിശ്ചിത സമയം അവസാനിക്കാൻ 10 മിനിറ്റ് ബാക്കി നിൽക്കെ മലയാളി താരം PK ഫസീനിലൂടെ റെയിൽവേസ് സമനില പിടിച്ചു. ആദ്യ മത്സരത്തിൽ കേരളം പഞ്ചാബിനെ 3-1 തോൽപ്പിച്ചിരുന്നു. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.